ഹലോ ഗൈസ്, എൻ പി ഹിയർ. ഞാൻ അടുത്തൊരു ട്രേഡ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. തിങ്കളാഴ്ച ഞാൻ എടുത്തൊരു ട്രേഡാണ്. അപ്പം ഞാൻ ട്രേഡ് എടുത്തത് ബിറ്റ് കോയിനിലാണ്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ആക്ച്വലി റെക്കോർഡ് ചെയ്തതായിരുന്നു. ഞാൻ റെക്കോർഡ് ചെയ്തത് സ്നിപ്പിംഗ് ടൂൾ വെച്ചിട്ടായിരുന്നു. പക്ഷെ വൃത്തിയായിട്ട് ആപ്പ് അത് ഫുള്ള് ക്യാപ്ചർ ചെയ്തിട്ടില്ല. അതായത് ലൈവായിട്ടുള്ള ട്രേഡ് ഞാൻ ആക്ച്വലി ലൈവായിട്ട്, അതായത് ഞാൻ ഉദ്ദേശിച്ചിരുന്ന ആക്ച്വലി ഒരു കമൻറ്റേറ്ററി ഒന്നും ഇല്ലാത്ത ഒരു ലൈവായിട്ട് ടൈപ്പിംഗ് മാത്രം ചെയ്തുള്ള ഒരു ട്രേഡായിരുന്നു. അത് ICT അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനത് ട്രൈ ചെയ്താണ്. അത് ആക്ച്വലി എനിക്ക് തോന്നുന്നു സൈലൻ്റ് ആകുമ്പോൾ കുറച്ചും കൂടെ ഞാൻ ടൈപ്പ് ചെയ്യുന്നത് കാണുമ്പോൾ അങ്ങനത്തെ കുറച്ചുകൂടെ നിങ്ങൾക്ക് മേ ബി കംഫർട്ടബിൾ ആകുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒരു ട്രൈ നടത്തിയതാണ്. പക്ഷേ എന്തായാലും ചിരിപ്പോയി, കാരണം അത് റെക്കോർഡായിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ട് അതിൻ്റെ ആദ്യത്തെ 1 മിനിറ്റ് മാത്രം റെക്കോർഡായി. പിന്നെ അതെന്തോ സ്നിപ്പിംഗ് ടൂളിലാണ് ഞാൻ റെക്കോർഡ് ചെയ്തത്. വൃത്തിയായിട്ട് ആപ്പ് ആകെ 1 മിനിറ്റ് എങ്ങാണ്ട് റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എടുത്ത ട്രേഡ് എന്ന് പറയുന്നത് ഡെയിലിയിൽ ആക്ച്വലി നിങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്നോ, ഞാൻ അതിന് അതൊക്കെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴാണ് ഞാനൊരു മൈക്ക് വാങ്ങി സെറ്റാക്കിയത്. അപ്പം ആക്ച്വലി എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ എനിക്ക്. അപ്പോൾ ഞാൻ ഇപ്പോൾ അതിലാണ് യൂസ് ചെയ്യുന്നത്. നോയ്സ് ക്യാൻസലേഷനൊക്കെ ഉള്ളതാണ്. അപ്പം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുമെന്ന് വിചാരിക്കുന്നു. പ്രീവിയസ് വീഡിയോയിൽ സൗണ്ട് കുറച്ച് വൃത്തിയായിട്ട് നോയ്സും കാര്യങ്ങളൊക്കെ വന്നിട്ട് സീനായിരുന്നു. അതുകൊണ്ട് ഞാൻ ആക്ച്വലി ഇത് ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് ഇട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യുന്നതെന്ന്. അതായത് ഒരു എക്സ്റ്റേണൽ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് ഒരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റിയിലോട്ട് പോകും. അങ്ങനെയാണ് മാർക്കറ്റ് ഞാൻ പറഞ്ഞ നാസ്ഡാക്കിലായിരുന്നു. പക്ഷേ ബിറ്റ് കോയിനിൽ ഞാൻ പറഞ്ഞു എല്ലാത്തിലും വർക്ക് ചെയ്യും. ഞാനെപ്പോഴും നാസ്ഡാക്കിലാണ് ബെറ്റർ ടീച്ചിങ്സ്, കാരണം ICT അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണെന്ന് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇതൊരു എക്സ്റ്റേണൽ ലിക്വിഡിറ്റിയാണ്. എൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടവർക്ക് അറിയാം, ഇതൊരു എക്സ്റ്റേണൽ ലിക്വിഡിറ്റിയാണ്. പിന്നെ ഇതാണ് ഇൻറ്റേർണൽ ലിക്വിഡിറ്റി, അതായത് ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഇതൊരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഈ എക്സ്റ്റേണൽ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായി. അപ്പം ഇനി ആ ഫെയർ വാല്യൂ ഗ്യാപ്പ്, അതായത് ഇൻറ്റേർണൽ ലിക്വിഡിറ്റിയിലോട്ട് മാർക്കറ്റ് തിരിച്ചു വരാൻ ചാൻസ് കൂടുതലാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ സംഭവിച്ചു. ഈ ടു ഡേയ്സ് ഞാൻ ട്രേഡ് എടുത്തിട്ടില്ല. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാനൊന്നുമില്ല. ഈ ഡേ ഞാൻ ട്രേഡ് എടുത്തിരുന്നു, ബൈ എടുത്തിരുന്നു. ഈ ഡേ ഞാൻ ഇതാണ് ഇന്നലെ ഞാനിതൊരു ട്രേഡ് എടുത്തിരുന്നു. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം, അതിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് റെഫർ ആവും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിവിടെ റെഫറായി. എന്നിട്ട് ഇവിടുന്ന് തന്നെ റെഫറായി. ഇത് പക്ഷേ സൺഡേ ആയിട്ട് ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. നെക്സ്റ്റ് ഡേ മൺഡേ ഞാൻ നോക്കി. പക്ഷേ മൺഡേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റ് ടൈമില്ല, അതായത് ന്യൂയോർക്ക് ഓപ്പൺ 9 AM എനിക്ക് ട്രേഡ് എടുക്കാൻ പറ്റിയില്ലായിരുന്നു ജോബ് കാരണം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ട്രേഡ് എടുത്തത് ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ ഓൾറെഡി ഞാൻ മാർക്കറ്റ് കാണുന്നത് ഭയങ്കര ലേറ്റ് ആയിട്ടാണ്. ഓൾമോസ്റ്റ് ഇത്രയും പുഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് കാണുന്നത്. 15 മിനിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മാർക്കറ്റ് കാണുന്നത് ഏകദേശം ഇവിടെ നിന്നാണ് ഞാൻ മാർക്കറ്റ് കാണുന്നത്. അതായത് 5 മിനിറ്റ്സിൽ 9 AM ആണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ന്യൂയോർക്കിൽ. അതാണ് മാർക്കറ്റ് ഓപ്പണിംഗ് ടൈം 9 AM. കണ്ടോ, ഇവിടുന്ന് ഇത്രയും ഡ്രോപ്പ് ആയിരുന്നു മാർക്കറ്റ്. അതൊന്നും എനിക്ക് കിട്ടിയില്ല. ഇനിയിപ്പോൾ അത് ഞാൻ ഒരിക്കലും എടുക്കില്ല ആ മൂവ്, കാരണം ഇത് താഴോട്ടാണ് പോകുന്നത് എന്നുള്ളതിന് എനിക്കൊരു ഉറപ്പില്ലായിരുന്നു. ആക്ച്വലി അന്നത്തെ പ്രോപ്പർ അനാലിസിസ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഐഡിയ കിട്ടിയേനെ. ഞാൻ അതിലോട്ട് വരാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ അത് പറയാം. കാരണം 12 AM ഓപ്പൺ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അഗെയിൻ ന്യൂയോർക്ക് ടൈമാണ്. UTC-5 സെറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ഒന്നും വർക്കാകാൻ പോകുന്നില്ല. ICT കോൺസെപ്റ്റ്സ് വർക്ക് ചെയ്യുന്നത് UTC-5 ന്യൂയോർക്ക് ടൈമിലാണ്. ഇതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ 12 AM ഓപ്പൺ ചെയ്യുന്നു. ഇവിടുന്ന് കഴിഞ്ഞാൽ അറിയാം, ഈ ക്യാൻഡിൽ ഇതാണ് 12 AM ക്യാൻഡിൽ. ഇതിവിടെ ഓപ്പൺ ചെയ്യുന്നു, മുകളിലോട്ട് പുഷ് ചെയ്തു. ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 70% ഓഫ് ദ ടൈം മാർക്കറ്റ് താഴോട്ടാണ് പോകുന്നതെങ്കിൽ ഫസ്റ്റ് 12 AM ഓപ്പൺ കഴിഞ്ഞാൽ മാർക്കറ്റ് ഫസ്റ്റ് മേലോട്ട് പുഷ് ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ആസ് മാനിപ്പുലേഷൻ. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ ഈ ഒരു ട്രേഡും ഞാൻ എടുത്തായിരുന്നു. ഈ ഒരു ട്രേഡ് ആക്ച്വലി ഞാൻ ഫോണിൽ അനലൈസ് ചെയ്തിട്ട്, ഫോണിൽ ആക്ച്വലി നിങ്ങൾ ചെയ്യരുത്. ഫോണിൽ അനലൈസ് ചെയ്താൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫോണിൽ അനലൈസ് ചെയ്യാൻ, കാരണം നമുക്ക് കുറച്ച് സ്പേസ് വേണം. അപ്പോൾ പക്ഷേ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടാവുന്ന ഞാൻ എടുത്തതാണ്. ഒരു സംതിങ് 5.97 റേഷ്യോ, അതിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. അപ്പം ഇത് മോർണിംഗ് ആയിരുന്നു ഞാൻ എടുത്തത്. ഞാനത് കഴിഞ്ഞ് ഞാൻ ജോബിന് പോയി. ഇപ്പോൾ ഈ മൂവ്മെൻ്റ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഈ ടൈമൊക്കെ ഞാൻ ജോബിലായിരുന്നു, വർക്കിലായിരുന്നു. അപ്പം ഇവിടെ ഈ പ്രീമിയം വിക്ക് ഇതൊന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴത്തേക്ക് ആവശ്യമില്ല. അപ്പോൾ ഞാൻ വരുമ്പോൾ കാണുന്നത് ഈ ഒരു പോയിൻ്റാണ്. ഇവിടുത്തെ ഈ ഒരു വലിയ വിക്കും ഇവിടെ ഉള്ള റിജക്ഷനുമാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇത് 5 മിനിറ്റ് നോക്കിയാൽ കാണാം, 15 മിനിറ്റ്സിൽ നോക്കിയാൽ നിങ്ങൾക്കത് കാണാം. കേട്ടോ, ഒരു വലിയൊരു റിജക്ഷൻ ഇത് കണ്ടോ, ഒരു വിക്ക് താഴോട്ട് നല്ലോണം എക്സ്റ്റെൻഡ് ചെയ്തിട്ട് തിരിച്ച് മേലോട്ട് പോയി. അതാണ് റിജക്ഷൻ. അത് കറക്റ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ താഴ്ന്നാണ്. അപ്പോൾ ഞാൻ ഉള്ളിലോട്ടുള്ള ടൈം ഫ്രെയിമിലോട്ട് നോക്കി, 5 മിനിറ്റ് നോക്കി. 5 മിനിറ്റിൽ എനിക്ക് റിജക്ഷൻ കഴിഞ്ഞിട്ട് പ്രത്യേകിച്ചൊന്നും
നോക്കുന്നില്ല. മെയിനായിട്ട് റിജക്ഷൻ കഴിഞ്ഞ് നോക്കുന്നത് ഫെയർ വാല്യൂ ഗ്യാപ്പിനോടാണ്. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരുന്നു 5 മിനിറ്റിൽ. പക്ഷേ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്വിങ് ഹൈ ഒന്നുമില്ല ടേക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ 3 മിനിറ്റിലോട്ട് പോയി. 3 മിനിറ്റിലോട്ട് പോയപ്പം സൂം ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചത് നിങ്ങൾക്ക് കാണാം. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഞാൻ ഡിലീറ്റ് ചെയ്യണം കേട്ടോ, ടു മച്ച് ക്രൗഡഡ് ആണ്. ഡിലീറ്റ്. ഓക്കെ, അപ്പം ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഈ ഒരു സ്വിങ് ഹൈ, ഇതൊരു സ്വിങ് ഹൈനെ ടേക്ക് ഔട്ട് ചെയ്തു വിത്ത് ഫെയർ വാല്യൂ ഗ്യാപ്പ്. അപ്പോൾ തന്നെ ഞാൻ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് മാർക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് ഏകദേശം ബുള്ളിഷ് ആണെന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. പക്ഷേ എത്രത്തോളം ബുള്ളിഷാണെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ ബുള്ളിഷ്നെസ് പ്രോപ്പറായിട്ട് ഭയങ്കരമായി ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിൽ, മാർക്കറ്റ് ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിൽ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ലോവർ സൈഡ് ഓപ്പൺ ആയിട്ട് തന്നെ ഇരിക്കണം, എന്നിട്ട് പുഷ് ചെയ്യണം. ഞാൻ ജസ്റ്റ് അപ്പോൾ 1 മിനിറ്റ് ഒന്ന് അനലൈസ് ചെയ്യുന്നു. 1 മിനിറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഉണ്ടോ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ആ റിജക്ഷൻ ആണിത്. അത് 1 മിനിറ്റിൽ ആ റിജക്ഷൻ കഴിഞ്ഞ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് തിരിച്ചു വന്നിട്ടില്ല മാർക്കറ്റ്, വിച്ച് ഷോസ് ദാറ്റ് ഇറ്റ്സ് ബുള്ളിഷ് ഇൻ ദ 1 മിനിറ്റ്. പക്ഷേ 3 മിനിറ്റിലോ 5 മിനിറ്റിലോ അതില്ല. ഓക്കെ, 3 മിനിറ്റിലോ 5 മിനിറ്റിലോ അതില്ല. അങ്ങനെ ഒരു ബുള്ളിഷ്നെസ്, പ്രോപ്പർ ബുള്ളിഷ്നെസ് ഇല്ല. അതുകൊണ്ട് ഞാൻ ബുള്ളിഷ് ആണെന്ന് അറിയാം മാർക്കറ്റ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് മാർക്കറ്റ് ഇവിടെ വരെ പോകും. എന്തുകൊണ്ടാണ് ഇവിടെ വരെ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് ഫിബൊനാച്ചി എന്താണെന്ന് അറിയണം. ഫിബൊനാച്ചി എന്ന് പറയുന്നത് ഇതൊരു ടൂളാണ്. അതായത് ഇവിടെ ഒരു സ്വിങ് ഹൈ ഉണ്ട്, ഇവിടെ ഒരു സ്വിങ് ലോ ഉണ്ട്. അപ്പോൾ നിങ്ങളെപ്പോഴും ഒരു മാർക്കറ്റ് അങ്ങോട്ട് സ്വിങ് ഹൈ ടു സ്വിങ് ലോ മൂവ് ചെയ്യുമ്പോൾ ഫിബൊനാച്ചി മാർക്ക് ചെയ്യാം. എന്നിട്ട് അഗെയിൻ 0.5 കോൺസിക്വൻ്റ് എൻകോച്ച്മെൻറ്റ് ആ മൂവിൻ്റെ, അല്ലെങ്കിൽ 50% നോക്കുക. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ മാർക്കറ്റ് ഡൗൺ ആണെങ്കിൽ റിട്ടേൺ ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് 50%-ൻ്റെ മേലോട്ട് വരെ റിട്ടേൺ ചെയ്യും മാർക്കറ്റ്. അത് കറക്ഷനാണ്. ആക്ച്വലി കറക്ഷൻ എന്നൊക്കെ പറയും, പല പല പേരുകളുണ്ട്. റീട്രേസ്മെൻറ്റ്, കറക്ഷൻ, അങ്ങനെ എന്ത് വേണേൽ നിങ്ങൾക്ക് അതിന് പേരൊന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് അതിന് എന്ത് വേണേൽ വിളിക്കാം. പക്ഷേ ബേസിക് ഐഡിയ എത്രയേ ഉള്ളൂ, താഴോട്ട് വരുന്നു, ഇവിടെ റിജക്റ്റ് ആവുന്നു. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ മാർക്കറ്റ് താഴോട്ട് പോകണമെങ്കിൽ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് കവർ ആവണം. അറ്റ്ലീസ്റ്റ് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് സ്റ്റാർട്ടിങ് വരെ കവർ ആവണം. അങ്ങനെയാണ് ICT പറയുന്നത്, ഫെയർ വാല്യൂ ഗ്യാപ്പ് സ്റ്റാർട്ടിങ് വരെ. പക്ഷേ ഞാൻ മാർക്കറ്റ് ചെയ്യാൻ പറഞ്ഞു ഒരു 1 ഇയർ ആയിട്ട് അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്ലോസ് ചെയ്യുന്ന മാതിരി തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ എടുത്ത ട്രേഡ് ആക്ച്വലി ഇൻ കേസ് ബുള്ളിഷ് ആണെങ്കിൽ, അതായത് 5 മിനിറ്റ് ക്യാൻഡിൽ എനിക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ്, അതല്ലെങ്കിൽ 15 മിനിറ്റ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് തരുകയാണെങ്കിൽ ഞാൻ ഇതുവരെ ഹോൾഡ് ചെയ്തേനെ. അപ്പോൾ ഞാൻ അറ്റ്ലീസ്റ്റ് ഇതുവരെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഏകദേശം 1:3 റേഷ്യോയിലാണ്. അപ്പോൾ ഞാൻ ട്രേഡ് എടുത്തത് 3 മിനിറ്റാണ്. ഇവിടുന്നാണ് ട്രേഡ് എടുത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ലൈവ് മാർക്കറ്റ് ആക്ച്വലി ഞാൻ റെക്കോർഡ് ചെയ്തായിരുന്നു. ഇതാണ് ആ സ്ക്രീൻ റെക്കോർഡിങ്. ഞാൻ സ്നിപ്പിംഗ് ടൂൾ വെച്ചാണ് റെക്കോർഡ് ചെയ്തത്. ഇത് സ്നിപ്പിംഗ് ടൂൾ വെച്ച് റെക്കോർഡ് ചെയ്തതാണ്. പക്ഷേ ലൈവായിട്ട് നിങ്ങൾക്ക് കാണാം. ഞാൻ ടോപ്പ് വരെ ഹോൾഡ് ചെയ്യുമായിരുന്നു ഇഫ് 5 മിനിറ്റ് ഓർ 3 മിനിറ്റ് ഗിവ് മി എ പ്രോപ്പർ ഫെയർ വാല്യൂ ഗ്യാപ്പ്, അതായത് ബുള്ളിഷ്നെസ് കാണിക്കുന്നുണ്ടെങ്കിൽ. അപ്പം ഞാൻ ഇത് നിങ്ങൾക്ക് ആക്ച്വലി ടൈപ്പ് ചെയ്തിട്ട് ഓരോന്നായി കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പ് മാർക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ റിജക്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് പറഞ്ഞിരുന്നുണ്ടായിരുന്നു. റിജക്ഷൻ മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ലെഫ്റ്റ് ഓപ്പൺ മാർക്ക് ചെയ്തു. അങ്ങനെ കുറച്ചിങ്ങനെ പറഞ്ഞു വരുമായിരുന്നു. പക്ഷേ സ്നിപ്പിംഗ് ടൂൾ എന്തോ 1 മിനിറ്റിൽ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആയി. വൃത്തിയായിട്ട് ആപ്പ് ഞാൻ അതോടെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. കാരണം ഓൾമോസ്റ്റ് 10-15 മിനിറ്റ്സ് ഇത് ലൈവായിട്ട് ഞാൻ ഹോൾഡ് ചെയ്യുന്നതും പാർഷ്യൽസ് എടുക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം എന്തുകൊണ്ടോ അത് പോയി. കുഴപ്പമില്ല, മാർക്കറ്റ് അവിടെ തന്നെ ഉണ്ട്. ഞാൻ അടുത്ത ട്രേഡും ഇതുപോലെ ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും സ്ട്രീം ലാബ്സിലാണ് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് 3 മിനിറ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ലെഫ്റ്റ് ഓപ്പൺ എന്ന് പറയുമ്പോൾ ലോവർ ഹാഫ് ലെഫ്റ്റ് ഓപ്പൺ ആണ്. അത് എനിക്ക് ബുള്ളിഷ്നെസ്സിനെയാണ് സിഗ്നിഫൈ ചെയ്യുന്നത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വരെ പോയി. ഇനിയും ബുള്ളിഷ് ആവണമെങ്കിൽ ഇവിടെ അറ്റ്ലീസ്റ്റ് അടുത്തൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എനിക്ക് കിട്ടണമായിരുന്നു. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിന് പോയി, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ ഞാൻ കാണിച്ചു തരാം. അതായത് 3 മിനിറ്റ്സിൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ റിജക്റ്റ് ആവുന്നുണ്ട് കേട്ടോ. 1, 2, 3 തവണ റിജക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ തന്നെ എനിക്ക് ഏകദേശം ഉറപ്പായിട്ടുണ്ടായിരുന്നു ഇനി പുഷ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. പ്ലസ് ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ മൺഡേ മാർക്കറ്റ് US ഡോളേഴ്സിന് ഒഴിവാണ്. ഫോറക്സ് ഫാക്ടറി എന്നുള്ള സൈറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ന്യൂസ്. ഇതിപ്പോൾ ട്യൂസ്ഡേ, ഇന്നാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. എനിക്ക് ഇന്നലെ ടൈം കിട്ടിയിട്ടില്ല. പിന്നെ ഇത് ഇന്ന് ന്യൂസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ചിലപ്പോൾ ഞാൻ ട്രേഡ് എടുക്കും. പക്ഷേ എനിക്ക് ഡ്യൂട്ടി ഉണ്ട്, നൈറ്റാണ് ഇന്ന് ഡ്യൂട്ടി. അപ്പോൾ ചിലപ്പം എനിക്ക് ടൈം കിട്ടില്ല. ഇന്നലെ നോക്കിക്കഴിഞ്ഞാൽ US ഡോളേഴ്സിൽ നോ റെഡ് ഫോൾഡറാണ് മേജർ ന്യൂസ്. ഓറഞ്ച് കുഴപ്പമില്ല, ഓറഞ്ചും നല്ല ന്യൂസാണ്. മാർക്കറ്റ് നന്നായിട്ട് മൂവ് ചെയ്യും. അപ്പം റെഡ് ഫോൾഡേഴ്സ്, ഓറഞ്ച് ഫോൾഡേഴ്സ് ഉള്ള ഡേയ്സാണ് ഞാൻ മോസ്റ്റ്ലി ട്രേഡ് നോക്കാറ്. ഈ ഡേയ്സ് മൺഡേ ഇപ്പം വർക്ക് ചെയ്യും, പക്ഷേ മാർക്കറ്റ് കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പം ഇന്നലെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ഈ ട്രേഡ് എടുത്തു. ഇവിടെ എത്തിയപ്പം ഒരു പാർഷ്യൽ എടുത്തു. എന്നിട്ട് ഞാൻ ബാക്കി ഹോൾഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ
ഇവിടെ ഞാൻ ട്രേഡ് ഫുള്ള് ക്ലോസ് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു 1 മിനിറ്റ് ടൈം ഫ്രെയിം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് ഞാൻ ഇതുവരെ പരിചയപ്പെടുത്തിയിട്ടില്ല, പക്ഷെ നമുക്ക് നോക്കാം. ഇവിടെ ഇതാണ് ഒരു ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇതൊരു ഓർഡർ ബ്ലോക്കാണ്. ഓക്കെ, ഇതൊരു ഓർഡർ ബ്ലോക്കാണ്. പിന്നെ നെക്സ്റ്റ് വൺ, ഞാൻ ഇവിടുന്ന് ട്രേഡ് എടുത്ത് കഴിഞ്ഞിട്ട് ഇതൊരു ഓർഡർ ബ്ലോക്കാണ്. ഓക്കെ, അപ്പം ടു മച്ച്, ഇതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യാം, ബാക്കിയുള്ളതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യണം. ഇതൊരു ഓർഡർ ബ്ലോക്കാണ്. ഇതിപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഡിലീറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ ഓക്കെ, ഇതൊരു ഓർഡർ ബ്ലോക്കാണ്. ആക്ച്വലി ഇതുവരെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇതൊരു ഓർഡർ ബ്ലോക്കാണ്. അപ്പോൾ എന്താണ് ഓർഡർ ബ്ലോക്ക് എന്നുള്ളത് ജസ്റ്റ് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. അതായത് അപ്വേർഡ് മൂവിങ് മാർക്കറ്റിൽ അടുപ്പിച്ച് 2 ഡൗൺവേർഡ് ക്യാൻഡിലുണ്ടോ, ഇത് ഒരു ഓർഡർ ബ്ലോക്കാണ്. പക്ഷേ എന്ന് വെച്ചാൽ എല്ലാ ഡൗൺവേർഡ് ക്യാൻഡിൽസും ഓർഡർ ബ്ലോക്ക് ആയിരിക്കില്ല കേട്ടോ. ഇതിന് ഈ ഡൗൺവേർഡ് മൂവ്മെൻറ്റ് കഴിഞ്ഞ് മുകളിലോട്ടൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉള്ള ഒരു ക്യാൻഡിലും കൂടെ കണ്ടില്ലേ, അതുകൊണ്ട് ഇത് ഒരു സിഗ്നിഫിക്കൻറ്റ് ഓർഡർ ബ്ലോക്ക്, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു സിഗ്നിഫിക്കൻറ്റ് ഓർഡർ ബ്ലോക്ക് ആയിട്ട് ഇതിനെ ഞാൻ കൺസിഡർ ചെയ്യും. ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഓർഡർ ബ്ലോക്ക് ആവണമെങ്കിൽ, അത് കുറച്ചുകൂടെ ഇൻ ഡെപ്ത് പോകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോഴത്തേക്ക് നിങ്ങൾ ഓർഡർ ബ്ലോക്ക്സ് ഇങ്ങനെ കൺസിഡർ ചെയ്യണം. അതായത് അപ്വേർഡ്, ഇപ്പോൾ ഇവിടുന്ന് ഞാൻ ബൈ എടുത്തു, അപ്പം ഞാൻ മാർക്കറ്റ് അപ്വേർഡ് മൂവ് ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളത്. അപ്പം ഇങ്ങനെ 2 ഡൗൺവേർഡ് ക്യാൻഡിൽ വന്നിട്ട് അതിനൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊരു സിഗ്നിഫിക്കൻറ്റ് ഓർഡർ ബ്ലോക്കാണ്. അപ്പോൾ ഇനി മാർക്കറ്റ് ഞാൻ എൻ്റെ ടാർഗറ്റിൽ പോകണം, അതായത് ഇവിടെ ഈ ഒരു 12 AM ഓപ്പൺ ഒരു മേജർ ടാർഗറ്റാണ്, അവിടെ പോകണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ റെസ്പെക്റ്റ് ചെയ്യണം നമ്മുടെ ക്യാൻഡിൽസ്. അതായത് ഈ ഓർഡർ ബ്ലോക്കിൻ്റെ അപ് ടു 50% വരാം, അതിൻ്റെ താഴോട്ട് വരാൻ പാടില്ല. എൻ്റെ ട്രേഡ് 50% താഴെ എപ്പോൾ വന്നു അപ്പോൾ ഞാൻ ബാക്കി ഫുള്ള് ക്ലോസ് ചെയ്തു. കാരണം എനിക്ക് പിന്നെ ഹോൾഡ് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല. കാരണം മാർക്കറ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. ഒന്നാമത്തെ കാര്യം ഓൾറെഡി 11 AM ആണ്. അപ്പോൾ ന്യൂയോർക്ക് സെക്ഷൻ, മോർണിംഗിൻ്റെ ന്യൂയോർക്ക് സെക്ഷൻ തീരാറായി. പിന്നെ ഓൾമോസ്റ്റ് ഇവിടെ അത് കുറേ ടൈമായി. ഞാൻ 10-11 ശേഷം ഒന്നും മാർക്കറ്റ് നോക്കിയിരിക്കാറില്ല. പിന്നെ ആഫ്റ്റർനൂൺ സെഷൻ വേണമെങ്കിൽ ട്രേഡ് എടുക്കാമായിരുന്നു, അതൊന്നും ഞാൻ ചെയ്യാറില്ല. ഞാൻ എടുക്കാറ് ഈ ഒരു സെക്ഷനാണ്, 9 AM to ഒരു 11 AM, അതാണ് എൻ്റെ മേജർ ട്രേഡിംഗ് ടൈം കേട്ടോ. അപ്പോൾ ഞാൻ അതിനുശേഷം ക്ലോസ് ചെയ്തു. ഞാൻ ഹാപ്പി ആയിരുന്നു. എനിക്ക് ഐ തിങ്ക് $47 എത്രയാണ്, $46.71 ആണ് അന്ന് കിട്ടിയത് കേട്ടോ. ഇന്നലെ ഉണ്ടാക്കിയ പ്രോഫിറ്റാണിത്. അക്കൗണ്ട് ഹിസ്റ്ററി ഞാൻ കാണിച്ചു തരാം. റീസെറ്റ് ചെയ്തു, അക്കൗണ്ട് റീസെറ്റ് ചെയ്തായിരുന്നു ഞാൻ. സാറ്റർഡേ നിങ്ങൾക്ക് ഇട്ടതിൽ $1000 റീസെറ്റ് ചെയ്തായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ 2 ട്രേഡ് എടുത്തു. $222 ഞാൻ ക്ലോസ് ചെയ്തു. ഒരു ഡേ $47 മോർ ദാൻ ഇനഫ്. ഇതിപ്പോൾ നിങ്ങൾ ഒരു $100, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും $1000 ഇടാൻ പറ്റണമെന്നില്ല. $100 വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് $5 ആണ്. അതായത് ഒരു ദിവസം $5 എന്ന് പറയുമ്പം 8×400 400 rupees ജസ്റ്റ് എത്ര ഒരു 15-20 മിനിറ്റ്സിൽ. പക്ഷേ അനലൈസ് ചെയ്തു, ഒബ്വിയസ്ലി അനലൈസ് ചെയ്യാനൊക്കെ കുറച്ച് ടൈം എടുക്കും. നിങ്ങൾക്ക് ബിഗിനേഴ്സ് ആകുമ്പോൾ നിങ്ങൾക്ക് മേ ബി ഇത് ട്രേഡിൽ കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഈ ട്രേഡൊന്നും ആക്ച്വലി ബിഗിനേഴ്സിന് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഡൗൺവേർഡ് മൂവിങ് മാർക്കറ്റാണ്, അതിലൊരു ബൈ എടുക്കുന്നത് കുറച്ച് ഒരു പ്രാക്ടീസ് വേണ്ട സംഭവമാണ്. കാരണം ഓൾറെഡി ഇത്ര പുഷ് ഡൗൺ ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ ബൈ എടുക്കുന്നത് കുറച്ച് ഒരു പ്രാക്ടീസ് വേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റില്ല എന്നല്ല, കുറച്ച് കാലം മാർക്കറ്റ് അനലൈസ് ചെയ്യണതിന്. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് വേണമെങ്കിൽ ഇവിടുന്ന് വീണ്ടും സെല്ല് എടുക്കായിരുന്നു. ഡൗൺവേർഡ് മൂവിങ് മാർക്കറ്റാണ്, ഇവിടെ റിജക്റ്റ് ആയതിനു ശേഷം സെല്ല് എടുക്കായിരുന്നു. പക്ഷേ ഐ വാസ് നോട്ട് ഇൻട്രസ്റ്റഡ്. അപ്പോൾ ട്രേഡ് അങ്ങനെയാണ് ഞാൻ എടുത്തത്. റിജക്ഷൻ നോക്കി, ഫെയർ വാല്യൂ ഗ്യാപ്പ് കണ്ടു, ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ട്രേഡ് ചെയ്തു. ഹയർ ടൈം ഫ്രെയിമിൽ റിജക്ഷൻ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഒന്നാമത് അത്രയും മുകളിലോട്ട് തിരിച്ച് അത്രയും ബൈ സൈഡിലോട്ട് പോകുന്നത് എനിക്ക് ഉറപ്പില്ലായിരുന്നു. പ്ലസ് ഈ 1 മിനിറ്റ് ക്യാൻഡിൽ ഓർഡർ ബ്ലോക്ക് റിജക്റ്റ് ചെയ്തതോടെ എനിക്ക് ഷുവറായി മാർക്കറ്റ് അത്ര ഇനി മുകളിലോട്ട് പോയില്ല. അതോടെ ഞാൻ ട്രേഡ് ക്ലോസ് ചെയ്തു. അതാണ് ട്രേഡ്. അപ്പം ഓർഡർ ബ്ലോക്ക് ജസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ആക്ച്വലി നാസ്ഡാക്കിൽ ഇപ്പോൾ പുതിയൊരു ഓർഡർ ബ്ലോക്കിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത് ആക്ച്വലി പ്രൊപ്പോഷണൽ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ICTയുടെ ഒരു കോൺസെപ്റ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇപ്പോൾ തന്നെ. ഞാൻ ICTയുടെ വീഡിയോ കൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് കണ്ടോ, ഇതൊരു ബെയറിഷ് ഓർഡർ ബ്ലോക്ക്. ഇത് ഇവിടെ ഇംബാലൻസ് കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ആക്ച്വലി നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വേണ്ട, ഞാനത് പതുക്കെ കോൺസെപ്റ്റ്സിലോട്ട് വരാം. ആക്ച്വലി ഓർഡർ ബ്ലോക്കിൻ്റെ കംപ്ലീറ്റ് കോൺസെപ്റ്റ്സ് ഞാനും പഠിച്ചിട്ടില്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ഇന്നലെ ICTൻ്റെ വെച്ചിട്ട് ICTൻ്റെ കമ്പയർ ചെയ്ത് പഠിക്കുമായിരുന്നു. ഇതൊരു വീക്ക്ലി ഓർഡർ ബ്ലോക്ക് അങ്ങനെയുള്ളത്. വീക്ക്ലി ഓർഡർ ബ്ലോക്ക് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഓർഡർ ബ്ലോക്ക് എന്താണെന്ന് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. എന്തോ ഇതൊക്കെ ഡിലീറ്റ് ചെയ്യാം കേട്ടോ. ഇതൊരു വീക്ക്ലി ഓർഡർ ബ്ലോക്കാണ്.
കാരണം ഇത് ലാസ്റ്റ് ക്യാൻഡിലാണ്. പിന്നെ അതിനുശേഷം അപ്വേർഡ് പുഷാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊരു വീക്ക്ലി ഓർഡർ ബ്ലോക്കാണ്. ഓക്കെ, ഞാൻ ഓർഡർ ബ്ലോക്കിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ പിന്നെ ഇടുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ കൺഫ്യൂസ് ആവും. ഓക്കെ, അപ്പോൾ എന്തായാലും ജസ്റ്റ് എല്ലാവരും ഡെയിലി ബേസിസിൽ ക്യാൻഡിൽ അനലൈസ് ചെയ്യാം. അപ്പോൾ ഇന്നലെ ഇപ്പോൾ സംഭവിച്ച നാസ്ഡാക്കിൽ ഞാൻ ട്രേഡ് എടുത്തില്ലായിരുന്നു. നാസ്ഡാക്ക് ഭയങ്കര, ഞാൻ പറഞ്ഞ ഓൾറെഡി വൃത്തിയായിട്ട ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത്. നോട്ട് ഇൻട്രസ്റ്റഡ്. ബിറ്റ് കോയിനിൽ ഞാൻ ഇനി നോക്കുന്നത് മോസ്റ്റ്ലി സെൽസ് ആയിരിക്കും. സെൽ സൈഡിലോട്ടായിരിക്കും ഞാൻ നോക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മൈൻഡിൽ വയ്ക്കുക. ഡെയിലി ഓപ്പൺ 12 AM മാർക്ക് ചെയ്യുക, ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്സ് മാർക്ക് ചെയ്യുക, എന്നിട്ട് ഡെയിലി ഫസ്റ്റ് എങ്ങോട്ട് ഓപ്പൺ ചെയ്യുന്നത്, അതായത് ഇന്നലെ ഇപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞാൽ 15 മിനിറ്റിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇതാണ് 12 AM ഓപ്പൺ, മാർക്കറ്റ് ഈസ് പുഷിങ് അപ്പ് വിച്ച് ഇസ് കോൾഡ് ആസ് മാനിപ്പുലേഷൻ. അത് കഴിഞ്ഞ് താഴോട്ട് വന്നു, മാർക്കറ്റ് താഴോട്ട് വന്നു, താഴോട്ടായിരുന്നു മാർക്കറ്റിൻ്റെ ഒറിജിനൽ മൂവ്മെൻറ്റ്. ഇനിയിപ്പോൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്നും ഞാൻ ആക്ച്വലി ഡൗൺ സൈഡ് തന്നെയാണ് ഇന്നും പ്രതീക്ഷിക്കുന്നത്. ബിക്കോസ് ഓൾറെഡി ഇവിടെ മൂവ് ചെയ്തു, അടുത്ത ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യണം. അപ്പം ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രോസ് ചെയ്തിട്ട് ഇത് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ബെയറിഷ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. എന്ന് വെച്ചാൽ 100% ഷുവർ അല്ല, നെക്സ്റ്റ് ക്യാൻഡിൽ വേണമെങ്കിൽ മുകളിലോട്ട് പോവാം, അതിന് ചാൻസ് ഇല്ല എന്നല്ല. 100% ബെയറിഷ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എനിക്കിപ്പോൾ തോന്നുന്നത് മോസ്റ്റ്ലി ഇറ്റ്സ് ഗോയിങ് ടു ബി ബെയറിഷ്, അത്രയും ഞാൻ പറയുന്നുള്ളൂ. ഒന്നും 100% ഷുവർ അല്ല. ഇപ്പോൾ ഇന്നലത്തെ വീഡിയോ തന്നെ ആ നാസ്ഡാക്കിൻ്റെ അനാലിസിസിൽ ഇവിടെ ലൈവ് ടൈമിൽ അനലൈസ് ചെയ്തായിരുന്നു. ഈ പോയിൻ്റ് എത്തുമ്പോൾ അനലൈസ് ചെയ്തായിരുന്നു ICT. പക്ഷേ അത് ICTൻ്റെ അനാലിസിസ് വരെ റോങ് ആയിരുന്നു. ICT ഇവിടുന്ന് ബുള്ളിഷ്നെസ് ആണ് പ്രതീക്ഷിച്ചത്, പക്ഷേ മാർക്കറ്റ് ഡൗൺവേർഡ് പോയി. അപ്പോൾ അത് ഞാൻ പറയില്ലേ, 100% ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മോർ കൺഫർമേഷന് വെയിറ്റ് ചെയ്യും. ഇതിപ്പോൾ ഞാൻ എൻ്റെ മൈൻഡിൽ ഇന്ന് ബെയറിഷാണ്. 15 മിനിറ്റ് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ 5 മിനിറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഓപ്പൺ മാർക്ക് ചെയ്യുക. ഇവിടെ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി ഉണ്ടെന്ന് തോന്നുന്നു, അതായിരിക്കണം ഞാൻ മാർക്ക് ചെയ്തത്. അല്ല, ഇത് ലാസ്റ്റ് എക്സ്റ്റേണൽ ലിക്വിഡിറ്റി. ഓക്കെ, അത് ഞാൻ പറഞ്ഞു സിഗ്നിഫിക്കൻസ് കുറയുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു, പക്ഷേ സിഗ്നിഫിക്കൻസ് പോവില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ കണ്ടോ റിജക്ഷൻസ് കണ്ടോ. അപ്പോൾ അതിനൊക്കെ ഓരോ സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനത് ആ ലൈൻ അവിടുന്ന് റിമൂവ് ചെയ്യാത്തത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് ഒരു സെല്ല് എടുക്കായിരുന്നെങ്കിൽ ഞാൻ ഈ പോയിന്റിലാണ് ഞാനത് ക്ലോസ് ചെയ്യുക, ട്രേഡ് ക്ലോസ് ചെയ്യുക. അപ്പം ഓരോന്നിനും ഓരോ സിഗ്നിഫിക്കൻസ് ഉണ്ട്, അതൊക്കെ പതിയെ വരും. അപ്പോൾ ഇന്നത്തെ ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് 12 AM മാർക്കറ്റ് 12 AM ഓപ്പൺ എപ്പോഴാണെന്ന് നോക്കിയിട്ട് 12 AM ഓപ്പൺ. അപ്പോൾ 12 AM ഓപ്പൺ ഞാൻ മാർക്ക് ചെയ്യും, നിങ്ങളും ഇതുപോലെ മാർക്ക് ചെയ്യുക. 12 AM ഓപ്പൺ, ആക്ച്വലി ഞാൻ 12 AM ഓപ്പൺ ഇപ്പോൾ മാർക്ക് ചെയ്യാറില്ല കുറച്ച് കാലമായിട്ട്. ആസ് യു ഗോ വിത്ത് ദ മാർക്കറ്റ് for some time you will understand that you don't need all this writings and all this drawings. Okay, അപ്പം നിങ്ങൾക്ക് ചെയ്യുന്ന കംഫർട്ടബിൾ എങ്കിൽ ഒബ്വിയസ്ലി ചെയ്യാം, അതുകൊണ്ടൊരു കുഴപ്പമില്ല. ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒന്നും ഞാൻ മാർക്ക് ചെയ്യാറില്ല. പക്ഷേ നിങ്ങൾ ബിഗിനറിൽ എപ്പോഴും മാർക്ക് ചെയ്യണം കേട്ടോ. ബിഗിനർ ടൈമിൽ എപ്പോഴും മാർക്ക് ചെയ്യണം. ഞാൻ മേജർ ലിക്വിഡിറ്റീസാണ് മാർക്ക് ചെയ്യാറ്, അതിലോട്ടാണ് എയിം ചെയ്യാറ്. പിന്നെ ആ ടൈമിൽ വല്ല 1 മിനിറ്റ് 3 മിനിറ്റൊക്കെ മേ ബി മാർക്ക് ചെയ്യും. അതെൻ്റെ കംഫർട്ട് പോലെ ഞാൻ ചെയ്യും. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ക്ലീൻ ആയിട്ടിരിക്കണം മാർക്കറ്റ്. ഞാൻ ഈ ഫിബൊനാച്ചി ഒന്നും ചെയ്യാറില്ല. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതാണ്. ഫിബൊനാച്ചി എപ്പോഴും 50% ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 25% 75% എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് 125% വരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസും കാര്യങ്ങൾ അതൊന്നും ഇപ്പം നിങ്ങൾക്ക് ആവശ്യമില്ല. ഇപ്പോൾ ജസ്റ്റ് 50% നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി മാർക്കറ്റ് ഈസ് പുഷിങ് അപ്വേർഡ്സ്. ഓപ്പൺ ചെയ്തു 15 മിനിറ്റ് നോക്കിക്കഴിഞ്ഞാലും ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് അപ്വേർഡാണ് പുഷ് ചെയ്യുന്നത്. അപ്പം ഐ വാണ്ട് ടു സീ സം ലിക്വിഡിറ്റി ബീങ് ടേക്കൺ ഔട്ട്. ഇവിടെ ഇപ്പോൾ ഈ ഒരു ചെറിയൊരു ലിക്വിഡിറ്റി ഉള്ളൂ, ഇവിടെ ഈ മേജർ ലിക്വിഡിറ്റി ഉണ്ട്. അപ്പോൾ മേ ബി ഇതൊക്കെ ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മേ ബി ഒരു സെല്ലിന് എനിക്ക് ലോവർ ടൈം ഫ്രെയിമിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ഞാനത് ട്രൈ ചെയ്യും. അപ്പോൾ ഞാൻ എൻ്റെ ആസ് ഓഫ് നൗ എനിക്ക് ബെയറിഷാണ് മാർക്കറ്റിനാണ് തോന്നുന്നത്. ഇനി ലോവർ ടൈം ഫ്രെയിമിൽ കൺഫർമേഷൻസിന് വെയിറ്റ് ചെയ്യും, എന്നിട്ട് ഞാൻ സെല്ലെടുക്കും, ബൈ എടുക്കും. അപ്പോൾ നിങ്ങളങ്ങനെ ഇന്നത്തേക്കുള്ള നിങ്ങളുടെ ബയാസ് സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ ബയാസ് എത്രത്തോളം ട്രൂ ആവുന്നുണ്ട് നോക്കുക. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, സ്റ്റേ സേഫ്. NP, ബൈ.